DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, ഒറ്റയടിക്ക് 50,000 രൂപയാക്കി കൂട്ടിയ മിനിമം ബാലൻസ് പരിധി 15,000 രൂപയാക്കി കുറച്ചിരിക്കുകയാണ് ICICI ബാങ്ക്. സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് പരിധി ഒറ്റയടിക്ക് 5 മടങ്ങായാണ് ബാങ്ക് ഉയർത്തിയിരുന്നത്. പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇപ്പോൾ പരിധി കുറച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 ശേഷം തുറക്കുന്ന സെലക്ട്, വെൽത്ത്, പ്രൈവറ്റ്, പെൻഷനേഴ്സ്, മുതിർന്ന പൗരർ എന്നീ വിഭാഗത്തിലുള്ള സേവിങ്സ് അക്കൗണ്ടുകൾക്കാണ് മുൻപ് 10,000 രൂപയായിരുന്നത് ഒറ്റയടിക്ക് 50,000 ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ ബാങ്ക് ഇത് പിൻവലിച്ചിരിക്കുകയാണ്. ചെറുനഗരങ്ങളിൽ ഇത് 5,000 രൂപയിൽ നിന്ന് 25,000 രൂപയായും ഉയർത്തിയിരുന്നു. ഇതിപ്പോൾ 7,500 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ കുറഞ്ഞ മിനിമം ബാലൻസ് പരിധി 2,500 രൂപയിൽ നിന്ന് 10,000 രൂപയായും ഉയർത്തിയിരുന്നു. ഇത് 2,500 രൂപ തന്നെയാക്കി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, ഓൺലൈൻ പണമിടപാടുകളിലെ തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോടെ UPI പേയ്മെന്റുകളിൽ മറ്റൊരു മാറ്റം കൂടി വരികയാണ്. ഒരു ഉപഭോക്താവിന് UPI വഴി മറ്റൊരാളിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ കഴിയുന്ന സേവനമാണ് നിർത്തലാക്കുന്നത്. പുതിയ മാറ്റം ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ എല്ലാ പിയർ ടു പിയർ ധന അഭ്യർത്ഥനകളും നിർത്തലാക്കാൻ ബാങ്കുകളോടും പേയ്മെന്റ് ആപ്പുകളോടും NPCI നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് പെൻഷൻ ഇനത്തിലും അതുപോലെ തന്നെ റേഷൻ ഇനത്തിലും വിവിധ ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഈ മാസം കൂടുതൽ ധനസഹായമുണ്ട്. 3,200 രൂപ വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. 19-ന് സംസ്ഥാനം ഒരു കടമെടുപ്പ് നടത്തുന്നുണ്ട്. ആ തുക എത്തിയാൽ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുന്നതാണ്. സെപ്റ്റംബർ 4-ാം തീയതിയാണ് തിരുവോണം. അതിനു മുൻപായി തന്നെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുകയെത്തുന്ന രീതിയിലായിരിക്കും വിതരണം. അതിനാൽ തന്നെ സാധാരണ മാസങ്ങളേക്കാൾ 2-3 ദിവസങ്ങൾ നേരത്തെ തന്നെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം റേഷൻ കടകൾ വഴിയും സപ്ലൈകോ വഴിയുമൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കും. പിങ്ക് കാർഡുകാർക്ക് സാധാരണ റേഷന് പുറമെ 5 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. നീല കാർഡുകാർക്ക് സാധാരണ ലഭിക്കുന്ന അരിയിൽ നിന്നും വ്യത്യസ്തമായി 10 കിലോ സ്പെഷ്യൽ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. വെള്ള റേഷൻ കാർഡുകാർക്ക് 15 കിലോ അരിയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നത്. ഇതുകൂടാതെ സപ്ലൈകോയിൽ നിന്നും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.